RRB NTPCയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1990-ൽ സുരേഷ് ബാബു സംവിധാനം ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ നിങ്ങൾ കണ്ടു കാണും. അതിൽ ഏറ്റവും കൂടുതൽ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു വന്നൊരു ഭാഗമാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മലയാളത്തിന്റെ മഹാനടൻ വരുമോ വരുമോ എന്നുള്ള ഒരു വലിയ സംശയം ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് മോഹൻലാൽ വരുമോ, മോഹൻലാൽ വരില്ലേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് RRB NTPC എക്സാം ഡേറ്റിനെ സംബന്ധിച്ച് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും കൂട്ടുകാർ ചോദിക്കാറുണ്ട്, സാർ എക്സാം ഡേറ്റ് വരുന്നില്ലേ, എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും. അപ്പൊ റീസെന്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു അറുതി വന്നുകൊണ്ട് RRB തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. RRBയുടെ വെബ്സൈറ്റിൽ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഗ്രാജുവേറ്റ് ലെവലിന് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള CN 5/2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ടെൻറ്റേറ്റീവ് സ്കെഡ്യൂൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, അത് ആ സമയത്ത് നടക്കും, ഈ സമയത്ത് നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ അപ്ഡേറ്റുകൾ, അഭ്യൂഹങ്ങൾ പല ഫേക്ക് മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു അവസാനമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ നോട്ടീസിലേക്ക് കടക്കുന്ന സമയത്ത് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, ഓക്കെ, അപ്പൊ അവരുടെ ഈ പറയുന്ന ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ പറയുന്നത് ജൂൺ 5 2025 ജൂൺ മാസം 5 മുതൽ ജൂൺ മാസം 23 ദിവസങ്ങളിലായിട്ട് 23 വരെ 15 ദിവസങ്ങളിലായിട്ട് നടക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവൽ ഏറ്റവും കൂടുതൽ സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഗുഡ്സ് ഗാർഡ് പോലെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ പറയുന്ന ഗ്രാജുവേറ്റിന് വേണ്ടിയിട്ടുള്ള NTPCയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ജൂൺ 5-നും ജൂൺ 23-നും ഇടയിൽ പരീക്ഷ നടക്കുമെന്ന് പറയുമ്പോൾ ഏകദേശം 15 ദിവസം സമയമാണുള്ളത്. ആ 15 ദിവസത്തിനുള്ളിൽ ടോട്ടൽ ഇന്ത്യയിലെ എല്ലാ സോണുകളിലെയും പ്രധാനപ്പെട്ട ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം, റിക്രൂട്ട്മെന്റ് എക്സാം നടക്കുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 10 ദിവസം മുമ്പ് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് 10 ദിവസം മുൻപ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിറ്റി ഇന്റിമേഷൻ വരും. ഓക്കെ, ട്രാവൽ അതോറിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ SC ST കാൻഡിഡേറ്റ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. അതും 10 ദിവസം മുൻപ് അവൈലബിൾ ആവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, 10 ദിവസം മുമ്പ് സിറ്റി ഇന്റിമേഷൻ വരുമെങ്കിലും 4 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ജൂൺ 5 എന്ന് പറയുന്ന ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പ് വളരെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ്, സാധാരണ ഒരു ഗതിയിൽ ഒരു മാസം സമയമൊക്കെ വരാറുണ്ട്. ഇപ്പൊ നിയർലി ഒരു 20 ഡേയ്സിന്റെ സമയമൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ജൂൺ 5-നും ജൂൺ 23-നും ഇടയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് കൂട്ടുകാരെ. അപ്പൊ ഇതുവരെ ഒരുപാട് പേര് ഈ പറഞ്ഞ NTPC എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവും. ഓക്കെ, ചില ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇനിയിപ്പോ എക്സാം ഇങ്ങനെ നീണ്ടു പോവല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് മടി പിടിച്ചിരുന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി പറയുകയാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ദിവസങ്ങളാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്യുക. ഇനി അങ്ങോട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് വീണ്ടും ദൃഢമാക്കി വെക്കുക. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നമുക്ക് നമ്മുടെ പ്രിസിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അക്യുറസി ഒക്കെ നമുക്ക് നന്നായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് ഒന്ന് ഒഴിവാക്കി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ക്ലിയർ ആയിട്ടുള്ള സ്മാർട്ട് വർക്കിന് നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മോഹൻലാൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നതുപോലെ RRB NTPCയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും ഗ്രൂപ്പ് ഡി എക്സാമിനേഷനുള്ള ആളുകൾ വളരെ കാല് വെച്ചിരുന്ന് എന്താ പറയുക, റിലാക്സ് ചെയ്യേണ്ട. ഇത് കഴിഞ്ഞാൽ ഉടനെ ഈ വന്ന ഒരു അപ്ഡേറ്റ് വന്നതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്കുള്ള അപ്ഡേറ്റും ഈ പറയുന്ന എക്സാം ഡേറ്റും വരുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങളും കടക്കുക. പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇതും വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കടക്കാനായിട്ട് പോകുന്ന കൂട്ടുകാരോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, Tier 1 റാങ്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്. Tier 1 കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ ചില ഏരിയാസ് ഉണ്ടാവും, ഇപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, പഠിക്കാൻ പറ്റാതെ ആയിട്ടുണ്ടാവും, വീക്കർ ഏരിയാസ്, അതിനി അങ്ങോട്ട് ഉപേക്ഷിക്കുക. ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് മാറ്റി വെക്കാം. ഇനി അങ്ങോട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും PYQ ഒക്കെ കൊടുത്ത് കൃത്യമായിട്ടുള്ള റെഗുലർ ഇന്റർവെൽസിൽ നമുക്ക് അനാലിസിസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ CBT1 വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പഠിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം,
ഇനി അങ്ങോട്ടുള്ള 20 ഡേയ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. RRB NTPC പോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഈ പറയുന്ന വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി അങ്ങോട്ടുള്ള ഗ്രൂപ്പ് ഡി പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ സുലഭമാണ്. അപ്പോൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ പഠിക്കാനായിട്ട് ആരംഭിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് താങ്ക് യു ഫ്രം ശ്യാം ശങ്കർ.